എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് മെഡിക്കൽ തീം ഡ്രാമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പയ്യനാണെങ്കിൽ ഫുട്ബോൾ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവന് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവാണ്. നല്ല രീതിയിൽ ചുമയും, അവന് സംസാരിക്കാൻ പോലും പറ്റാതെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് കുഴങ്ങി വീഴുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്ത് അതിലൊരു ഡോക്ടർ പറയുന്നുണ്ട് അവൻ്റെ ഓക്സിജൻ ലെവൽ കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് എല്ലാം ഓടി അവൻ്റെ അടുത്തേക്ക് പോവുകയും അവന് വേണ്ട ട്രീറ്റ്മെൻറ്റും ടെസ്റ്റും ഒക്കെ ചെയ്തതും ഒക്കെയാണ്. അപ്പോഴതിലൊരു ഡോക്ടർ പറയാണ് അവൻ്റെ ലങ്സിൻ്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അവിടെ ലേഡിയായിട്ടുള്ളൊരു നേഴ്സ് ഡോക്ടർ വന്ന് പറയാണ്, ഇത് എന്തുകൊണ്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ സംഭവിച്ചതായിക്കൂടാ എന്ന് ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ രീതിയിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ അവർ നോക്കുമ്പോൾ ആ നേഴ്സ് പറയുന്നത് ശരിയാണ്. അവൻ്റെ തൊണ്ടയിൽ ഒരു ബബിൾ കത്തിൻ്റെ ഒരിത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവൻ്റെ ലങ്സിൽ ഓക്സിജൻ ലെവൽ കട്ടാവുകയും അവന് ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തത്. ഇത്രയും നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കേണ്ട ഒരു കാര്യം അവർ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ചെയ്തത് എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നേഴ്സിന് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയല്ലോ, ആ നേഴ്സിന് നല്ല കഴിവുള്ള നേഴ്സാണെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു നിസ്സാര കാര്യം നോട്ട് ചെയ്യാതെ പോയി, അത് നമുക്ക് നാണക്കേടാണ്. എന്നാലും ആ നേഴ്സ് നല്ല സ്മാർട്ടാണ് എന്നൊക്കെ അവർ ആ നേഴ്സിനെ കുറച്ച് പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബബിൾ ഗം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് അവന് പെട്ടെന്ന് ബോധം കെട്ട് വീണത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യുകയും അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് പോകുമ്പോൾ ആദ്യം ഡോക്ടേഴ്സിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവാറില്ല. അവരെല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ടായിരിക്കും ഒരു കൺക്ലൂഷനിലെത്തുന്നത്. പ്രത്യേകിച്ച് ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇവർക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.